നമുക്കറിയാം, ശരീരം എന്നാൽ നമ്മൾ ശരീരമായിട്ട് അനുഭവിക്കുന്നത് കോശങ്ങളുടെ ഒരു കൂട്ടമാണ് അല്ലേ? ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ശരീരം പടുത്തുയർത്തിയിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് നമുക്ക് കോശങ്ങളെ കാണാൻ സാധിക്കുന്നത്. അപ്പം 100 ട്രില്യൺ കോശങ്ങൾ ചേർന്നാണ് മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കോശങ്ങളുടെ ആരോഗ്യം പോലെ ഇരിക്കും, അല്ലെങ്കിൽ കോശങ്ങളുടെ ഒരു കഴിവെന്താണോ അതിന് അനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തികളും ശരീരത്തിൻ്റെ ആരോഗ്യവും എല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ കോശങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം, കോശങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നോ അത്രത്തോളം ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പോൾ വേണ്ടത് നല്ല കോശങ്ങൾ ഉണ്ടാക്കി ശരീരം മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെ കോശങ്ങൾ ഉണ്ടാവുന്നു എന്ന് നോക്കുമ്പോൾ എന്ത് തരത്തിലുള്ള റോ മെറ്റീരിയലുകളാണോ നമ്മൾ ശരീരത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ ഗുണത്തിലും കഴിവിലും അനുസരിച്ചിട്ടുള്ള കോശങ്ങളാണ് ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ്, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ആഹാരം എന്ന് പറയുന്നത്, നമ്മൾ ആഹരിക്കുന്നത്. അത് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതിലപ്പുറം നമ്മുടെ ചുറ്റുപാട് കൂടെ ചേരുന്നതാണ് നമ്മുടെ യഥാർത്ഥ ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ശരീരം, നമ്മൾ എന്തായി തീരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ഭക്ഷണം എന്താണ് ശരീരത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാവും. പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ശരീരത്തിൽ ആദ്യത്തെ ഒരു ഘട്ടം നടക്കുന്നത് നമുക്കറിയാം വായയിൽ നിന്ന് തന്നെയാണ്. വായയിലുള്ള ഉമിനീരുമായി ചേർന്ന് ഭക്ഷണം ഒരു ജ്യൂസ് രൂപത്തിലായിട്ട് വേണം അടുത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് വായയിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉമിനീരുമായി ചേരുക എന്ന് പറയുമ്പോൾ നമ്മളത് എത്രത്തോളം ഭംഗിയായി ചവച്ചരച്ച് ഉള്ളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചവച്ചരച്ച് ഉമിനീര് കൂടെ ചേർന്നൊരു ജ്യൂസ് പരുവത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് സാധിക്കുകയുള്ളൂ. കാരണം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ഈ ഭക്ഷണത്തിനോട് ചേരുമ്പോഴാണ് അടുത്ത ഘട്ടത്തിലുള്ള അബ്സോർപ്ഷൻ, അതായത് ഭക്ഷണത്തിൻ്റെ ആഗിരണം ശരീരത്തിൽ നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ വേഗം നമ്മൾ ധൃതിയിൽ ഭക്ഷണം വായിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് ഇറക്കുമ്പോഴുണ്ടാവുന്ന ഒരു പ്രതിസന്ധി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ചവച്ചരച്ച് കഴിക്കാതിരിക്കുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഓരോ ഘട്ടത്തിലും നടക്കേണ്ടിയിരിക്കുന്ന പ്രോസസ്സുകൾ, ഭക്ഷണത്തിൻ്റെ വിഘടനങ്ങൾ അതാത് സ്റ്റേജിൽ കൃത്യമായി നടന്നാലേ ഇത് പൂർണ്ണമായിട്ട് ശരീരത്തിന് ഏറ്റവും ഭംഗിയായിട്ട് ആഗിരണം ചെയ്യപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചവച്ചരച്ച് നമ്മൾ ഇറക്കുന്ന ഭക്ഷണം അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ വയറിൽ ഇതെത്തിക്കഴിഞ്ഞാൽ ദഹനം തുടങ്ങുന്നു. നമുക്കറിയാം, ദഹിച്ച് ആ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വേണം നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആഹാരം, ഫുഡ് മോളിക്യൂൾസ് ഗ്ലൂക്കോസ് ആയിട്ട് മാറണം. ഈ ഗ്ലൂക്കോസ് നമുക്കറിയാം ബ്ലഡിലാണ് പിന്നെ ചെറുകുടൽ ഇതിനെ ആഗിരണം ചെയ്ത് ഇത് ബ്ലഡിലാണ് പിന്നെ ഉണ്ടാവുന്നത്, രക്തത്തിലാണ് ഉണ്ടാവുന്നത്. ഈ രക്തത്തിലിരിക്കുന്ന ഗ്ലൂക്കോസിനെ അടുത്തൊരു ഘട്ടത്തിൽ നമ്മുടെ സെല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി, ഊർജം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ കിടക്കുമ്പോൾ നമുക്കറിയാം അത് രക്തത്തിൽ വലിയ അളവിൽ ഗ്ലൂക്കോസ് ആയിട്ട് അവിടെ കിടക്കുക. നമ്മളതിനെയാണ് ഡയബറ്റിക്സ്, പ്രമേഹം എന്നുള്ള ഒരവസ്ഥയായിട്ട് പറയുന്നത്. അപ്പോൾ വേണ്ടത് ഇത് രക്തത്തിലെത്തി രക്തത്തിൽ നിന്ന് എത്രയും വേഗം ഇത് സെല്ലുകളിലേക്ക്, ഓരോ ലിവറിലേക്കും മസിൽ സെല്ലുകളിലേക്കും ഫാറ്റ് ടിഷ്യൂസിലേക്കും ഒക്കെ ഇതിനെ അബ്സോർബ് ചെയ്യണം, ഇതിനെ വലിച്ചെടുക്കണം. എന്നിട്ട് ബ്ലഡിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആവണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം നടത്തേണ്ടിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കുന്ന സമയത്താണ് രക്തത്തിൽ ഗ്ലൂക്കോസ് ഫ്ലോട്ട് ചെയ്യപ്പെടുന്നതും പ്രമേഹം എന്നുള്ളൊരവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പം എന്തുകൊണ്ട് രക്തത്തിൽ നിന്ന് സെല്ലുകളിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളിടത്താണ് എന്തുകൊണ്ട്
എങ്ങനെ നമ്മൾ ഡയബറ്റിക് ആവുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് രക്തത്തിൽ നിന്ന് സെല്ലുകളിലേക്ക് പോവേണ്ടതെന്ന് വെച്ചാൽ, സെല്ലുകൾക്ക് നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറത്തായിട്ട് ഒരു സെൽ വാളുണ്ട്. ഈ സെൽ വാളിൽ കൂടെ വേണം ഉള്ളിലേക്ക് എന്തും കടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അതിന് ഒരു സെമി പെർമിയബിൾ, കടത്തേണ്ടതാണോ അല്ലാത്തതാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു വാളാണ് സെല്ലിനുള്ളത്. അപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഇതിനെ തുറന്ന് ഈ ബ്ലഡിലിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് കടത്തുന്ന ഒരു കീ ആണ് നമ്മുടെ ഇൻസുലിൻ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ. അപ്പോൾ പാൻക്രിയാസ് എപ്പോഴാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, എല്ലാ സമയവും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് പാൻക്രിയാസിന് ഇൻഫർമേഷൻ കൊടുക്കും, ഇൻസുലിൻ എത്രയും പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കണം. ആ ഇൻസുലിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ രക്തത്തിൽ കിടക്കുന്ന കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെ എനർജി നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുകയുള്ളൂ. അല്ലാത്തിടത്തോളം നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ലത്താർജിക് അവസ്ഥയാണ്. ബ്ലഡിൽ കണ്ടമാനം ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനാവാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസ് നിറഞ്ഞു കഴിയുന്ന സമയത്ത് പാൻക്രിയാസിന് വിവരം കിട്ടും, ഇൻസുലിനെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിച്ച് ഇൻസുലിൻ ഉപയോഗിച്ച് സെൽ വാൾ തുറന്ന് സെല്ലുകൾക്കുള്ളിലേക്ക് ഈ ഗ്ലൂക്കോസിന്, ഈ ഷുഗറിന് കടക്കാൻ ഉള്ള അനുവാദത്തിന്. അതാണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം, പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. വയറിൻ്റെ ഭാഗത്ത്, വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ തൊട്ട് പിന്നിലായിട്ട്, വയറിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പറഞ്ഞ പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിനുള്ളിൽ, ഈ ഗ്രന്ഥിക്കുള്ളിൽ കുറച്ച് ബീറ്റാ സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലുകളുണ്ട്. ഈ ബീറ്റാ സെല്ലുകളാണ് ഇൻസുലിനെ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റാ സെല്ലുകളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റാ സെല്ലുകൾ എത്രത്തോളം പവർഫുള്ളായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഏബിളാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയ. അപ്പോൾ ബീറ്റാ സെല്ലുകൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഹെൽത്തി പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഘടകം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ്റാണ് ഫ്രക്ടോസ്. അപ്പോൾ ഫ്രക്ടോസ് ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ ബീറ്റാ സെല്ലുകൾ പ്രോപ്പറായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം അവിടെയാണ് ഷുഗറുള്ള ആളുകൾ പഴങ്ങൾ കഴിക്കുകയേ ചെയ്യരുതെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടും ഈ ഫ്രക്ടോസ്, ഈ ബീറ്റാ സെല്ലുകൾക്ക് ഇൻസുലിനെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള? ഒരിക്കലും ആ ശരീരത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഷുഗർ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒഴിവാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളാണ്, അല്ലേ? പഴങ്ങൾ ഒഴിവാക്കി നമ്മൾ പച്ചക്കറികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, പച്ചക്കറികൾ മാത്രം കഴിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. പഴങ്ങളുടെ ഒരു ആബ്സൻസിൽ ഇൻകേസ് ഷുഗർ വന്നു പോയിട്ടുള്ള ആളുകളിൽ ഒരിക്കലും ഷുഗർ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ, ആ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാനുള്ളൊരു സാധ്യത ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാൻക്രിയാസ് ഇൻസുലിനെ ബീറ്റാ സെല്ലുകൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഇൻസുലിൻ്റെ സഹായത്തോടുകൂടെ രക്തത്തിൽ നിൽക്കുന്ന ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട യഥാർത്ഥത്തിലുള്ളൊരു പ്രോസസ്സ്. ഇത് കൃത്യമായി നടക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ തന്നെ നടക്കും. അവിടെയാണ് ഷുഗർ എന്ന് പറയുന്നത്, ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്, ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ എനർജി ഉപയോഗപ്പെടുത്തി ശരീരം പ്രവർത്തിക്കുകയും വേണ്ടാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് പുറന്തള്ളപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു മുഴുവൻ പ്രവർത്തനത്തിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് ഘട്ടത്തിൽ വരുന്ന പ്രവർത്തന വൈകല്യവും നമുക്ക് പ്രമേഹം എന്നുള്ള ഒരവസ്ഥയിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം പറഞ്ഞ് ചവച്ചരയ്ക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരവസ്ഥ തുടങ്ങിയിട്ട് ഇതിനുള്ള സാധ്യതകളാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു, നന്നായി ചവച്ചരയ്ക്കാതെ കഴിക്കുമ്പോൾ സലൈവ എന്ന് പറയുന്ന ഘടകം ഒട്ടും നമ്മളെ ഭക്ഷണമായിട്ട് മിക്സ് ചെയ്യുന്നില്ല.
അത് മിക്സ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും അത് വേണ്ട രീതിയിൽ ഭക്ഷണവുമായിട്ട് ചേർന്ന് പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ്, മെറ്റബോളിസം ശരിയായി നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും.